ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ബ്ലോക്സ് ഉണ്ട്. ഒന്ന് എ എന്ന് പറയുന്ന ബ്ലോക്കും രണ്ടാമത്തെ എന്താണ് ബി എന്ന് പറയുന്ന ബ്ലോക്കും. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ബ്ലോക്കിന് 2 kg മാസും ബി എന്ന് പറയുന്ന ബ്ലോക്കിന് എത്രയാണ് 3 kg മാസുമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് എന്താണ് ഈ എ എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എ ബിയിൽ കൊടുക്കുന്ന, അതായത് എ ബിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്സ് എന്ന് പറയുന്നത് എന്താണ് ഫ്രിക്ഷൻലെസ് സർഫേസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കോണ്ടാക്റ്റിൽ രണ്ട് ബ്ലോക്സ് ഫ്രിക്ഷൻലെസ് സർഫേസിൽ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഫോഴ്സ് ബൈ മാസ് ആണല്ലേ. ഇവിടെ നമുക്ക് മാസ് കണ്ടുപിടിക്കാനായിട്ട് മാസ് ഓഫ് എയും മാസ് ഓഫ് ബിയും കൂടെ ആഡ് ചെയ്യാം. അതായത് 2 + 3 എത്രയാണ് കിട്ടുന്നത്, 5 kg ആയിരിക്കും നമുക്കിവിടെ മാസ് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഫോഴ്സ് ഉണ്ട് എത്രയാണ് 10 ന്യൂട്ടൺ, മാസ് എന്ന് പറയുന്നത് എത്രയാണ് 5 ആണ്. അത് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2 m/s² എന്ന് കിട്ടും. ഇനി എ ബിയിൽ എത്രത്തോളം ഫോഴ്സ് കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഫോഴ്സ് ഓൺ എ ഓൺ ബി ഈക്വൽ ടു മാസ് ഓഫ് ബി ഇൻറ്റു ആക്സിലറേഷൻ ചെയ്താൽ മതി. അതായത് നമ്മുടെ ഈ 3 എന്ന് പറയുന്നത് ഇതെന്താണ്, ബിയിലെ മാസാണ് 3 എന്ന് പറയുന്നത്. ദെൻ ഈ 2 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ആക്സിലറേഷനാണ്. സോ 3 × 2 ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടി, 6 ന്യൂട്ടൺ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഏതാണ്, ഓപ്ഷൻ 3 6 ന്യൂട്ടൺ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ.